കാലത്തിന്റെ ശബ്ദവും ഉയർത്തെഴുന്നേറ്റവും ആശംസകൾ അറിയിക്കുന്നു. ഇക്കൂട്ടത്തിൽ ഞാൻ സ്വാഗതം പറയുമ്പോഴേ നമ്മുടെ വള്ളിയമ്മാൾ ടീച്ചറെ പറയാൻ എന്നോടൊന്ന് വിട്ടുപോയതാണ്. അവരെ നമ്മൾ വീട്ടിൽ പോയി കണ്ടിരുന്നു ഞാൻ 1-2 പ്രാവശ്യം. അതുപോലെ 2 പേർക്ക് ഇക്കൂട്ടത്തിൽ നന്ദി പറയാനുണ്ട്. ഗുരുനാഥന്മാരുടെ സ്ഥാനത്തായിട്ട് 2 ഗുരുനാഥന്മാർ നമുക്ക് നമ്മുടെ സഹപാഠികളിലുണ്ട്. ഒന്ന് തങ്കമണി എസും തങ്കമണി ഏവിയും. നമുക്കന്നേ മാത്സിന് ടീച്ചറില്ലായിരുന്നു. അപ്പൊ ഞാനൊക്കെ മാത്സിന് വളരെ ബാക്കോട്ടായിരുന്നു. അപ്പൊ തങ്കമണിയും 2 തങ്കമണിമാരുമാണ് ഞങ്ങൾക്ക് മാത്സ്. ജോളിയുണ്ട് അല്ല, ഇവരുണ്ട് തങ്കമണി എസും. ഇവര് പക്ഷെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു തങ്കമണി. ജോളി ടീച്ചർ എത്തിയില്ല. അപ്പൊ അവരെയും കൂടി ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ്. പിന്നെ എല്ലാവർക്കും, അതുപോലെ വിദേശത്തുള്ള റഷീദയും ലിസിയും അവരെ മനസ്സുകൊണ്ട് വളരെ നമ്മളോടൊപ്പം സഹകരിച്ച് സാന്നിധ്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അവർക്ക് വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. ഇനി നമുക്ക് അവര് നാട്ടിൽ വന്നാൽ ഇതുപോലെ കൂടണം. പക്ഷെ ഇങ്ങോളം വരാൻ എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ജോളി വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ജോളിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും പറയുന്നു. ഇവിടെ ബുദ്ധിമുട്ടാണ്. അവിടെ ഇരുന്നാൽ പോരാഞ്ഞോ? അവിടെ ബാക്കിൽ ഇരുന്നാൽ പോരാ. ഇത് ഇരിക്കാൻ വിഷമല്ലേ? ആദരണീയായ അധ്യക്ഷൻ, ബഹുമാന്യരായ ഗുരുശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, അല്ല സോറി സഹപാഠികളെ, ഞാൻ ഇന്ന് എത്തിച്ചേരുമെന്ന് എനിക്ക് ഇച്ചിരി തിരക്കായിരുന്നു. ഇപ്പം എന്നോടൊന്ന് ചെല്ലാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് അടുത്ത ഫോൺ വന്നിട്ടുണ്ട്. എൻ്റെ മോള് NIT കാലിക്കറ്റിൽ ഫൈനൽ സം PhD ചെയ്യാണ്. അപ്പോൾ അവൾക്ക് ഗൂഗിൾ മീറ്റ് ഉണ്ട്. ഒരു ഗൂഗിൾ മീറ്റ് കഴിഞ്ഞു. അടുത്ത ഗൂഗിൾ മീറ്റ് ഇപ്പം 3 മണിക്ക് കയറും. അപ്പോൾ അതിന് മുന്നേ ഒരു 2 വയസ്സുകാരൻ ചെക്കനും ഉണ്ട്. അപ്പോൾ സെർവൻ്റ് ഇന്നില്ല. അപ്പോൾ എല്ലാത്തൊരവസ്ഥയും എന്നെ ശൈലജ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഉറപ്പില്ല എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ഓടി ഒന്ന് വന്നതാണ്. ഇത് കഴിഞ്ഞാൽ ഞാൻ പോകും, എല്ലാവരെയും കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രം വന്നതാണ്. ഇപ്പോൾ ഓരോരുത്തരെ കണ്ടപ്പോൾ പണ്ട് പാവാടയും ബ്ലൗസും ലോങ് ബ്ലൗസും ഇട്ട് വന്ന അവരുടെയൊക്കെ മുഖം മാറി വലിയ കണ്ണടയൊക്കെ വെച്ച് എല്ലാവരും ടീച്ചേഴ്സായി കണ്ടപ്പോൾ ഒരു വല്ലാത്ത സന്തോഷം. ഞാൻ ഒരിക്കൽ പോലും, എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാമല്ലോ, ഞാൻ ഒരിക്കൽ പോലും ടീച്ചർ ആവണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഇവിടെ വന്നയാളല്ല. നിയമം പഠിക്കാനെന്നുള്ള മോഹം മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. ഇവിടെ നിന്ന് ഞാൻ TTC കഴിഞ്ഞിറങ്ങി പിറ്റേ കൊല്ലം ഞാൻ തിരുവനന്തപുരം ലോ കോളേജിൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ പൂർത്തിയാക്കാൻ എനിക്ക് പറ്റില്ല. അതിന് മുന്നേ മർത്തോമ കോർപ്പറേറ്റിലേക്ക് 10 പൈസ ഇല്ലാതെ എന്നെ ക്ഷണിച്ചു. അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്തു. 31 വർഷം അവിടെ ജോലി ചെയ്തു. കീളം സെൻറ് തോമസ് ഹൈസ്കൂളിലും കൊട്ടാരക്കര മാർത്തോമ ഹൈസ്കൂളിൽ നിന്ന് HM ആയിട്ട് ഞാൻ റിട്ടയർ ചെയ്തു 2021. അതിൻ്റെ എൻ്റെ ആ അധ്യാപകന ജീവിതത്തിൽ ഞങ്ങൾ പഴയ ബാക്ക് ബെഞ്ച് 5 പേരുണ്ട്. ജോളി, ആലീസ്, റാണി, ബീന, റഷീദ, ഇത്രയും പേര് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ സുഹൃത്ബന്ധം തുടർന്നുകൊണ്ടിരുന്നു. എവിടെയെങ്കിലുമൊക്കെ വെച്ച് മീറ്റ് ചെയ്യും, കാണും. അങ്ങനെ ഞങ്ങൾ ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അങ്ങനെ തുടർന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് സംഘടിച്ചാലോ എന്നൊരാഗ്രഹം വന്നതിൻ്റെ പുറത്ത് അഡ്മിനായിട്ട് റഷീദ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അധികം മുന്നോട്ട് പോയില്ല. അതിന് മുന്നേ അത് വാളിപ്പോയി. എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾക്ക് ഇത്രയൊന്നും സമയം ഉണ്ടായിരുന്നില്ല. എല്ലാം സർവീസിലായിരുന്നൊരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ എല്ലാവരും റിട്ടയറായി, എല്ലാവരും ഫ്രീ ആയി, എല്ലാവരും അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആയി ഞാൻ വിശ്വസിക്കുന്നു. ആ സമയങ്ങളിൽ ഞാൻ സാറിനെ കണ്ടു, നമ്പ്യാർ സാറിനെ ഞാൻ കണ്ടു. കീളം സെൻറ് തോമസ് ഹൈസ്കൂളിൽ ഒരു മേള നടന്ന സമയത്ത് സാർ അവിടെ വന്നു. സാറിനെ എനിക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അല്ലി ടീച്ചറിനെ ഞാനൊരു കല്യാണത്തിന് കണ്ടു. ഗ്രേസമ്മ ടീച്ചറിനെ കണ്ടിട്ടേ ഇല്ല. കഴിഞ്ഞ 39 വർഷത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഈ TTAയിലേക്ക് കടന്നു വരുന്നത്. ഒരു 400 പ്രാവശ്യമെങ്കിലും ഈ MC റോഡിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ കുന്നമ്പുറത്താണല്ലോ എൻ്റെ പണ്ടത്തെ പള്ളിക്കൂടം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ
B.Ed ചെയ്തു, MA ചെയ്തു. ഇപ്പോൾ ലാസ്റ്റ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ആൻഡ് സൈക്കോളജി ചെയ്തു. ഇപ്പോൾ മനഃശാസ്ത്രവും പഠിച്ചു. ഇപ്പോൾ എൻ്റെ ഒരു സങ്കടം, അത് നേരത്തെ ചെയ്യാമായിരുന്നു. എൻ്റെ 31 വർഷത്തെ അധ്യാപക കാലഘട്ടത്തിൽ അതെനിക്ക് ഉപകാരപ്പെട്ടിരുന്നു എന്നിപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അതിലെനിക്ക് ഭയങ്കര സങ്കടവും ഉണ്ട്. പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്, വിജിലൻസിൽ നിന്ന് റിട്ടയർ ചെയ്തു. എനിക്ക് 2 പെൺകുട്ടികളാണ്. മൂത്തിയാളെ പറഞ്ഞു PhD ചെയ്യുന്നു, കൊച്ചാൾ MDS ആണ്. 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. എനിക്കൊരു ചെക്കൻ പേരമകൻ ഉണ്ട്. അങ്ങനെ സന്തോഷമായിട്ടൊക്കെ പോകുന്നു. എല്ലാവരെയും കണ്ടതിൽ ഒത്തിരി 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 സന്തോഷം. ഇതിൻ്റെ പലരും എൻ്റെ അനിയത്തി ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരും ഗോപിക, എലിസബത്ത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇടയ്ക്ക് പറയും, പക്ഷെ ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ പെരുമ്പാവൂർ തന്നെ ഉണ്ടായിരുന്നു സർവീസിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ. അപ്പോൾ എല്ലാവരെയും കണ്ടതിൽ ഒത്തിരി സന്തോഷം. ഞാൻ ഉടനെ തന്നെ വീട്ടിലേക്ക് പോകും. അധ്യാപകരെയും എൻ്റെ സഹപാഠികളെയൊക്കെ കണ്ടതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. ഇനിയും ഇതുപോലെ മീറ്റിങ്ങുകൾ എല്ലാ വർഷവും ഉണ്ടാവട്ടെ. പിന്നെ ഒരു ബിഗ് സല്യൂട്ട് ശൈലജയ്ക്ക്. കാരണം ഇതിൻ്റെ ചീഫ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞാൽ ജീവനാടി എന്ന് പറയില്ലേ, അങ്ങനെ ഒരാളാണ് ശൈലജ. കാരണം ഇതിനെല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് ഒന്നിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിക്കാനുള്ള അതിൻ്റെ പിന്നിലുള്ള അധ്വാനം എന്ന് പറയുന്നത് വളരെ 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 വലുതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഏറ്റവും കൂടുതൽ നന്ദി സ്നേഹവും ശൈലജയോട് പറയുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. വേദിയിലിരിക്കുന്ന ഗുരുക്കന്മാർക്കും സദസ്സിലിരിക്കുന്ന സഹപാഠികൾക്കും എൻ്റെ നമസ്കാരം. നമുക്കൊന്നും പറയാൻ തോന്നില്ല, കാരണം നമ്പ്യാസാർ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് അങ്ങേ അറ്റത്ത് വരുന്നതുകൊണ്ട് ഭാഷയുടെ ഭയങ്കര പ്രശ്നമുണ്ട്. അതുകൊണ്ട് പറയുന്നത് എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ 85-87 വർഷം ടിക്കറ്റ് കഴിഞ്ഞ ഉടനെ എംപ്ലോയ്മെൻറ്റിൽ 2-3 വർഷം ജോലി ചെയ്തു. 89 ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ, എയ്ഡഡ് സ്കൂളാണ്, അവിടെ ജോലി ചെയ്തു. അവിടെ നിന്നാണ് ഞാൻ റിട്ടയർ ചെയ്തത്. 2024 മെയ് മാസം റിട്ടയർ ചെയ്തു. എനിക്ക് 2 കുട്ടികളാണ്, ഒരാണും ഒരു പെണ്ണും. 2 ആളും ബിടെക് കഴിഞ്ഞ്, ഒരാൾ ഇൻഫോ പാർക്കിൽ എറണാകുളത്ത് ജോലി ചെയ്യുന്നു, മോൻ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു. ഞാൻ ഈ എറണാകുളത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് നിന്ന് താമസിക്കാറുണ്ട്, മോൾ ഇവിടെ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഒരാഴ്ച മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞാൻ ഇവിടെ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ ഇടയിലൊരു ഗ്രൂപ്പ് തുടങ്ങി, റഷീദ ടീച്ചർ നമ്മളെല്ലാം കൂടി ഒരു ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു. അതിൽ 14 പേരാണ് ഉണ്ടായിരുന്നത്. അതിങ്ങനെ കുറച്ചു കാലം പോയി, പിന്നീട് പറഞ്ഞ ഗ്രൂപ്പ് പിരിച്ചുവിടുകയാണ് ഉണ്ടായത്. അപ്പം ഇത് നമ്മുടെ ഇങ്ങനെ നമുക്ക് ഒത്തുചേരാൻ വേണ്ടി ശൈല ടീച്ചർ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചതുകൊണ്ട് ടീച്ചർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അതേപോലെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയമുള്ളവരെ, ജോലിക്ക് പെട്ടെന്ന് പോകേണ്ടതുകൊണ്ട് നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിന് ശേഷം ബാക്കിയുടെ അങ്ങനെ സംസാരിക്കാം. പെട്ടെന്ന് ഇവിടെ തന്നെ എടുക്കാം നമുക്ക്.